നമസ്കാരം. അതായത് മുല്ലപ്പെരിയാർ എന്ന പൊട്ടാൻ പോകുന്ന ഡാമിനെ നമുക്കൊരു വെറും ജലസംഭരണിയായിട്ട് മാറ്റാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജല ദൗർബല്യമുള്ള കുട്ടനാട്, അതായത് ശുദ്ധജലം എത്താത്ത കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് എത്തിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൽ നിന്ന് പൈപ്പ്, അതായത് പുഴ വഴി തന്നെ ജലമൊഴുകുന്ന വഴി കൂടെ തന്നെ പൈപ്പിട്ടാൽ അത് ആ ഒരു നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കും പോലെ തന്നെ ഈ പുഴ വഴി നമുക്ക് നമ്മൾ ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ആ പുഴ വന്ന് ആലുവയിൽ പെരിയാർ കൂടെ ആലുവയിൽ വന്നാണ് ആ പുഴ അവസാനിക്കുന്നത്. ആലുവയിൽ നിന്ന് പിന്നെ കായലിലേക്ക് സംഭരിക്കും. അപ്പോൾ അങ്ങനെ ഈ പുഴ വഴി തന്നെ പൈപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആലുവയിലെത്തും. ആലുവയിൽ നിന്ന് കായൽ വഴി എവിടെ ശുദ്ധവെള്ളത്തിന് ദൗർബല്യമുണ്ടോ അവിടെ എല്ലാം എത്തിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേക ഊർജം ഒന്നും ഇതിന് ചിലവില്ല. അതായത് നമ്മൾ മണ്ണെണ്ണ ബീപ്പേന്ന് മണ്ണെണ്ണ നമ്മൾ ചെറിയ പാത്രത്തിലേക്ക് മാറ്റും പോലെ തന്നെ ആ ടെക്നോളജിയാണ്. അതായത് പ്രകൃതിയെ തന്നെ ഊർജം നമുക്ക് തരുന്നു. അതായത് മുല്ലപ്പെരിയാറിൽ നിന്ന് നമ്മൾ പൈപ്പിട്ട് നമ്മൾ അത് പെരിയാർ മുഖാന്തരം നമ്മൾ കൊച്ചിയിൽ എത്തുകയും ആ കൊച്ചിയിൽ നിന്ന് ഏത് മേഖലയിലേക്ക് വെള്ളം എത്തിക്കണമെന്ന് വെച്ചാൽ നമുക്ക് സാധിക്കും. അതിൻ്റെ ഹൈ പ്രഷർ പവർ കൊണ്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ആ ഒരു പദ്ധതി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യ ഒട്ടുക്ക് ഉപയോഗിക്കാവുന്ന പദ്ധതിയാണ്. ഇത് ഇന്ന് വരെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല ഈ പദ്ധതി. അങ്ങനെ ഈ മുല്ലപ്പെരിയാറിനെ കേന്ദ്രം ഏറ്റെടുക്കുകയും, അതായത് സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടി കേന്ദ്രം ഏറ്റെടുക്കുകയും, കേന്ദ്രം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് തമിഴ്നാടിനും കേരളത്തിനും വലിയ ഒരു നേട്ടമായിരിക്കും. വലിയ നേട്ടമെന്ന് വെച്ചാൽ ഈ പൊട്ടാൻ പോണ ഡാമിനെ നമ്മൾ വളരെ ചെറുതാക്കാണ്, വെറും ചെറിയ ഒരു ജലസംഭരണിയായിട്ട് മാറ്റാൻ പോവുകയാണ്. ഈ പദ്ധതിയെ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും പറഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടും ഉണ്ട്, കേരളമുണ്ട്. ഈ രണ്ട് ഗവൺമെൻറ്റിനെയും കൂടി 3 ഗവൺമെൻറ്റുകളും കൂടി നിന്ന് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ട സമ്മർദ്ദം നമ്മൾ ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയണം, ഗവൺമെൻറ്റുകളുടെ അടുത്ത് പറയണം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ സമൂഹത്തിലേക്ക് സമർപ്പിക്കുകയാണ്. സമൂഹം അത് ഏറ്റെടുത്ത് ഗവൺമെൻറ്റുകളോട് പറയുകയും അങ്ങനെ വലിയൊരു ദുരന്തം മുല്ലപ്പെരിയാറെന്ന ഭയപ്പെടുത്തുന്ന ആ സംഭവത്തെ നമ്മൾ വെറും ഒരു ജലസംഭരണിയായിട്ട് മാറ്റാൻ പോവുകയാണ്. ഇതിന് നിങ്ങളുടെ പിന്തുണ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.